മലയാളിയുടെ വർത്തമാനകാലത്തിന്റെ വർത്തമാനം കേരള സമ്മിറ്റ് വീണ്ടും ഇത്തവണ കാക്കാനോ കടത്താനോ. കേരളം പ്രതീക്ഷകളുടെ ഒരു പാഠശാലയാണ്. അതുകൊണ്ട് തന്നെ പട്ടിണിയുടെയും നിരക്ഷരതയുടെയും ഇരുണ്ട ഗലികളിൽ നിന്ന് ചില കുട്ടികൾ തീവണ്ടി കയറി കേരളത്തിലെത്തുന്നു, അഥവാ കേരളത്തിൽ എത്തിക്കുന്നു. പട്ടിണിയിൽ നിന്ന് റെയിൽവേ പാളത്തിലേക്ക് തലവെച്ചു കൊടുക്കാതെ തലച്ചോറ് കൊണ്ട് ജീവിക്കാൻ വേണ്ടി കേരളത്തിലേക്ക് എത്തിയ കുറച്ചു കുട്ടികളെ, അനാഥരായ കുട്ടികളെ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്തു. തുടർന്നുണ്ടായ സംഭവ വികാസങ്ങൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കിയിട്ടുണ്ടാവും. എന്താണ് യഥാർത്ഥത്തിൽ അനാഥ ബാല്യങ്ങളുമായി ബന്ധപ്പെട്ട്, അനാഥശാലകളുമായി ബന്ധപ്പെട്ട് ഈ വിവാദത്തിന് പിന്നിലുള്ളത്? അന്വേഷിക്കുന്നു സമഗ്രമായി തന്നെ കേരളത്തിലെ അനാഥശാലകൾ കാക്കാനോ കടത്താനോ. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഇവരാണ്: BJP സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീ ജയചന്ദ്രൻ മാസ്റ്റർ, മലപ്പുറം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ആൻഡ് ജുവനൈൽ ജസ്റ്റിസ് ചെയർമാൻ അഡ്വക്കേറ്റ് ഷെരീഫ് ഉള്ളത്ത്, SYS സംസ്ഥാന സെക്രട്ടറി ശ്രീ നാസർ ഫൈസി കൂടത്തായി, കേളുവേട്ടൻ പഠന ഗവേഷണ കേന്ദ്രം ഡയറക്ടറും CPM നേതാവുമായ ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, അധ്യാപകനും എഴുത്തുകാരനും മുൻ ഓർഫനേജ് വിദ്യാർത്ഥിയുമായ ഡോക്ടർ അസീസ് തരുവണ, കൊടിയത്തൂർ വാദി റഹ്മ ഓർഫനേജ് മാനേജർ ശ്രീ അബ്ദു സി, പാലക്കാട് പേഴുങ്കര ഓർഫനേജ് വൈസ് പ്രിൻസിപ്പൽ സഫിയ ടീച്ചർ, കേരളത്തിൽ ഓർഫനേജ് വിദ്യാർത്ഥിയായി വളർന്നു വന്ന ആസാം സ്വദേശി ശ്രീ ദിൽവർ. കേരളത്തിലെ ആദ്യകാല യത്തീംഖാനകളിൽ ഒന്നാണ് JDT. കോഴിക്കോട് ജില്ലയിലെ JDTയിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ശ്രീ ഷെരീഫ്, ഗവൺമെന്റിന്റെ തീരുമാനമെന്ന് പറയുന്നത് ആഭ്യന്തരമന്ത്രിയുടെ തീരുമാനമായി കണക്കാക്കാനാകുമെങ്കിൽ ഈ വിഷയത്തിൽ ആഭ്യന്തരമന്ത്രി എടുത്ത വിവാദപരമായ നിലപാടിനെ താങ്കൾ പിന്തുണയ്ക്കുന്നുണ്ടോ? അതായത് നിങ്ങൾക്ക് അനാഥാലയങ്ങൾ നടത്തണമെങ്കിൽ അതാത് സംസ്ഥാനങ്ങളിൽ പോയി തന്നെ നടത്തണം. കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയുടെ പ്രസ്താവന എന്ന് പറയുന്നത് അന്താരാഷ്ട്ര കുട്ടികളുടെ ഉടമ്പടിയിൽ സെക്ഷൻ 20-21 വളരെ വ്യക്തമായി പറയുന്നു, അനാഥശാലകൾ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ നടത്തേണ്ടത് ഒരു സമൂഹത്തിലെ ഏറ്റവും അവസാനത്തെ സ്റ്റെപ്പാണ്. ദത്ത് നൽകുക, ഫോസ്റ്റർ കെയർ, അതേപോലെ തന്നെ സ്പോൺസർഷിപ്പ് തുടങ്ങി കുടുംബങ്ങളിൽ തന്നെ കുട്ടിക്ക് സാഹചര്യമില്ലാതെ വരുന്ന അവസാന ഘട്ടത്തിലാണ് ഇത്തരം സ്ഥാപനങ്ങൾ ആരംഭിക്കേണ്ടത്. അത് ആരംഭിക്കേണ്ടത് അവരുടെ ഭാഷയും സംസ്കാരവും ഉപജാതിയുമൊക്കെയായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത് എന്നുള്ള അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു നിയമ വിഷയത്തെക്കുറിച്ചുള്ള കൃത്യമായ ഒരു ധാരണയോടുകൂടിയാണ് കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി അങ്ങനെ ഒരു കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. രണ്ട് ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട്. ഒന്ന്, നേരത്തെ ഉന്നയിക്കപ്പെട്ട ചോദ്യം തന്നെയാണ്. ആദിവാസി മേഖലകളിലും വനാതിർത്തികളിലും പഠിക്കുന്ന അല്ലെങ്കിൽ അവിടെ ജീവിക്കുന്ന കുട്ടികളെ, ആദിവാസി കുട്ടികളെ നഗരത്തിലുള്ള ഹോസ്റ്റലുകളിൽ കൊണ്ടുവന്ന് പഠിപ്പിക്കുന്നത് ആ അർത്ഥത്തിൽ പറഞ്ഞാൽ തെറ്റാവില്ലേ? നമ്പർ 1. നമ്പർ 2, നവോദയ സ്കൂളുകൾ ഒരു സംസ്ഥാനത്തു നിന്നും മറ്റൊരു സംസ്ഥാനത്തേക്ക് പോയി പറിച്ചു നടുന്ന വിദ്യാർത്ഥികളെ കൊണ്ടുപോകുന്നൊരു സംവിധാനമുണ്ട്. അത്തരം സംവിധാനങ്ങൾ ആ രീതിയിൽ തെറ്റാവില്ലേ? 3, IIT പോലെയുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റൊരു സംസ്ഥാനത്തേക്ക് വിദ്യാർത്ഥികൾ അപേക്ഷിച്ചു പോകുന്നതാണ്, ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ. ഇതിലെല്ലാം ഇത് ബാധകമാവണ്ടേ? ഇവിടെ ശ്രദ്ധയും പരിരക്ഷയും ആവശ്യമുള്ള കുട്ടി ആരാണ് എന്ന് ബാലനീതി നിയമം 2000 കൃത്യമായി പറയുന്നുണ്ട്. അങ്ങനെ പറയുന്ന കുട്ടികളുടെ പ്രിവ്യൂവിൽ വരുന്ന ചില കുട്ടികളെയാണ് ഇങ്ങനെ ദേശാന്തര തലത്തിലേക്ക് കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് ഒരു വിവാദം ഉയർന്നു വന്നിരിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് അച്ഛനും അമ്മയും അവരുടെ കൃത്യമായ കെയർ നൽകുകയും അവരുടെ സംരക്ഷണത്തിന് കീഴിൽ നിൽക്കുകയും ചെയ്യുന്ന കുട്ടികളെക്കുറിച്ചുള്ള ഒരു കാര്യമല്ല അന്താരാഷ്ട്ര ഉടമ്പടിയിൽ പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വെച്ചത്, ശ്രദ്ധിക്കാൻ ആളില്ലാത്ത, ആരാലും ശ്രദ്ധിക്കപ്പെടാൻ സാധിക്കാത്ത കുട്ടികളെ ഗവൺമെൻറ് തന്നെ നേരിട്ട് അതിൻ്റെ എല്ലാ തരത്തിലുമുള്ള ശ്രദ്ധ നൽകേണ്ടതാണ് എന്ന് നിയമം അനുശാസിക്കുമ്പോൾ ഇതിൻ്റെ എല്ലാ സീമകളും ലംഘിച്ച് ഒരുപാട് ദൂരേക്ക് കുട്ടികളെ കൊണ്ടുപോകുന്നത് വഴി ഉണ്ടാകാവുന്നത് അവശേഷിക്കുന്ന കുടുംബവുമായി ഉള്ള അവശേഷിക്കുന്ന ബന്ധം പോലും ഈ കുട്ടിക്ക് നഷ്ടപ്പെടും. ഫൈസി, അങ്ങനെയാണെങ്കിൽ ഇതൊരു നിയമവ്യവസ്ഥാപിതമായ കീഴ്വഴക്കങ്ങളുള്ള രാജ്യമാണ്. അതുകൊണ്ട് തന്നെ നിയമങ്ങൾ പാലിക്കപ്പെടണം. ഒരു സംസ്ഥാനത്ത് നിന്നും മറ്റൊരു സംസ്ഥാനത്തിലെ ഓർഫനേജിലേക്ക് വിദ്യാർത്ഥികളെ കൊണ്ടുവന്നാൽ കേരളത്തിൽ 2010 പാസാക്കിയ ഓർഫനേജ് ആൻഡ് അതർ ചാരിറ്റബിൾ ഹോംസ് ആക്ടിൻ്റെ ഭേദഗതി പ്രകാരം ഇവിടെയുള്ള ഓർഫനേജ് കൺട്രോൾ ബോർഡിൻ്റെ അനുമതി വേണം. അതിനുശേഷം ഡെസ്റ്റിറ്റ്യൂഷൻ സർട്ടിഫിക്കറ്റ് അതാത് പ്രദേശങ്ങളിലെ വില്ലേജ് ഓഫീസറുടെ സമ്മതപത്രം ഉണ്ടാവണം. ഇതെല്ലാം സഹിതം യാത്ര ചെയ്തിരുന്നുവെങ്കിൽ ഈ വിവാദം ഒഴിവാക്കാൻ കഴിയുമായിരുന്നു. മനസ്സിലാക്കുന്നത് പകുതിയിലധികം വിദ്യാർത്ഥികൾക്ക് ഡെസ്റ്റിറ്റ്യൂഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നില്ല എന്നാണ്.
ഈ വിഷയത്തെ ആ രൂപത്തിൽ കണ്ടിരുന്നുവെങ്കിൽ വിവാദം ഒഴിവാക്കാമായിരുന്നു. പക്ഷെ ആ രീതിയിൽ കാണാതെ സർട്ടിഫിക്കറ്റിൻ്റെയോ അതല്ലെങ്കിൽ മതിയായ രേഖയുടെയോ അപര്യാപ്തതയിൽ അതിന് കേസെടുക്കുകയും അതിനനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നതിന് പകരം കൊണ്ടുവന്ന വിദ്യാർത്ഥികളെയും കൊണ്ടുവന്ന ആളുകളെയും 370 വകുപ്പ് വെച്ച് കേസ് ചാർജ് ചെയ്ത് മനുഷ്യക്കടത്തായി ചിത്രീകരിക്കുന്നതിനോടാണ് സമൂഹം മൊത്തം എതിർത്തിട്ടുള്ളത്. അല്ലാതെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിനോട് ആരും വിരോധമല്ല. ഇവിടെ പറഞ്ഞു യത്തീംഖാനയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ മുഖ്യധാരയിൽ ഉണ്ടാകുന്നില്ല. തികച്ചും അത് തെറ്റാണ്. വിദ്യാർത്ഥികളെ അവരുടെ കുടുംബങ്ങളിൽ നിന്നുകൊണ്ട് കഫാലത്ത് ഏറ്റെടുത്ത് അവരെ സംരക്ഷിക്കാനുള്ള സംവിധാനം ഉണ്ടാകുന്നത് വളരെ സന്തോഷകരമാണ്. അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് തന്നെയാണ് യത്തീംഖാനകളും നടത്തുന്നത്. കേരളത്തിലെ നിരവധി യത്തീംഖാനകളിൽ നിന്നുകൊണ്ട് തന്നെ അതത് സ്ഥലങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക്, ഇപ്പോൾ ജാർഖണ്ഡിലെ വിദ്യാർത്ഥികൾക്ക് വീട് നിർമ്മിച്ചു കൊടുക്കാനും തൊഴിൽ കണ്ടെത്താനും സാമ്പത്തിക സഹായം മുഖം ഓർഫനേജ് ചെയ്തു കൊടുക്കുന്നുണ്ട്. പല ആളുകളുടെയും സ്പോൺസർഷിപ്പോടുകൂടി നിരവധി കുടുംബങ്ങൾ ജാർഖണ്ഡിൽ താമസിക്കുന്നു. അവർക്ക് അവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ലാത്തത് കൊണ്ട് മാത്രമാണ് അവരുടെ കുടുംബത്തെ അവിടെ താമസിപ്പിക്കുകയും അവരെ ഏറ്റെടുത്ത് സ്ഥാപനങ്ങൾ നടത്താൻ കേരളത്തിലെ സംവിധാനം ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നത്. ഇവർ മുഖ്യധാരയിലില്ല എന്ന് പറയുന്നത് ശുദ്ധ കളവാണ്. നമ്മൾ ആ വിഷയത്തിലേക്ക് വരാം. ഷെരീഫ് ഉന്നയിച്ച ആദ്യത്തെ പ്രധാനപ്പെട്ട പ്രശ്നം ഒരുപക്ഷെ ആഭ്യന്തരമന്ത്രിയും ഉദ്ദേശിച്ചിരിക്കുന്നത് അതാത് പ്രദേശത്തിൻ്റെ സംസ്കാരവുമായി ഒത്തിണങ്ങുന്ന അവരുടെ ഭാഷ, അവരുടെ മതാചാര രീതി, അവരുടെ പേരൻസിൻ്റെയും ഒക്കെ അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ പാരമ്പര്യം ഇത് ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു പഠന പദ്ധതി അതാത് പ്രദേശങ്ങളിൽ അല്ലേ ലഭ്യമാവുകയുള്ളൂ. കേരളത്തിലെ പോലെ ജാർഖണ്ഡിൻ്റെയും കേരളത്തിൻ്റെയും വ്യത്യാസം സാമൂഹികമായും മതപരമായും രാഷ്ട്രീയമായും ഏറെക്കുറെ വ്യത്യാസമുള്ള ഒരു ഭൂപ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വന്ന ആ കുട്ടികളെ പഠിപ്പിക്കുന്നതിന് പകരം വേണ്ടി വന്നാൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് അവിടെ ഒരു അനാഥ മന്ദിരം തുടങ്ങിക്കൂടാ എന്നാണ് ആഭ്യന്തരമന്ത്രി ഉദ്ദേശിച്ചിരിക്കുന്നതെങ്കിലോ? അനാഥ മന്ദിരം ഉത്തരേന്ത്യയിലെ പല ഭാഗത്തും കേരളത്തിലെ സംഘടനകൾ തന്നെ മുൻകൈയെടുത്തു നടത്തുന്നുണ്ട്. ജാർഖണ്ഡിലെയും ബീഹാറിലെയും ഭൂമിശാസ്ത്രം അനുസരിച്ച് നോക്കുമ്പോൾ നിലവിലുള്ള ഗവൺമെൻറ് നൽകിയിട്ടുള്ള സപ്പോർട്ട് അനുസരിച്ച് അവിടെ ഒരു സ്ഥാപനം നടത്താനുള്ള സംവിധാനങ്ങളില്ല. അവിടെ സ്ഥാപനങ്ങൾ നടത്താനുള്ള ഭൂമി പ്രദേശം ഉണ്ടാക്കുകയും അതിന് ഫൗണ്ടേഷൻ ഉണ്ടാക്കുകയും ചെയ്തതിന് ശേഷമാണ് സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ആലോചിക്കേണ്ടത്. അവിടെ ഒരു സ്ഥാപനം ഉണ്ടാക്കി വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നതിന് ഭേദം നിലവിൽ കേരളത്തിലുള്ള ഉണ്ടാക്കിയ സ്ഥാപനത്തിലേക്ക് കുട്ടികൾ കൊണ്ടുവരലാണ് ശാസ്ത്രീയത എന്നതിനടിസ്ഥാനത്തിലാണ് കൊണ്ടുവരുന്നത്. ഇവിടെ പറഞ്ഞിട്ടുള്ള ഭാഷ പഠിപ്പിക്കലും ദേശം വിട്ടു പോകുമ്പോഴുണ്ടാകുന്ന പ്രയാസങ്ങളും വെറും യത്തീം കുട്ടികൾക്ക് മാത്രമല്ല ബാധകമാകുന്നത്. NIT പോലുള്ള സ്ഥാപനങ്ങളിലും അതേപോലെ തന്നെ ഉയർന്ന നിലവാരത്തിൽ പഠിക്കുന്ന സ്ഥാപനങ്ങൾക്കും ഈ ഭാഷാ പ്രശ്നങ്ങളും ഭൂമിശാസ്ത്രപരമായ വ്യത്യാസങ്ങളും സംസ്കാരങ്ങളുടെയൊക്കെ വ്യത്യാസങ്ങളും വൈരുദ്ധ്യങ്ങളും അവർക്കും ബാധകമാകുന്നതാണ്. ഇതൊരു കടത്താണ് എന്ന് പാലക്കാട് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ ഒരു സംശയത്തിൽ നിന്നാണ് ഈ വിവാദങ്ങളുടെ തുടക്കമുണ്ടാവുന്നത്. ഇത് കടത്തല്ല എന്ന് സ്ഥാപിക്കാൻ എന്ത് തെളിവാണുള്ളത്? കടത്താണ് എന്ന് സ്ഥാപിക്കാനാണ് ആരോപിക്കുന്നവർ തെളിവ് കൊണ്ടുവരേണ്ടത്. കടത്താണ് എന്നതിന് യാതൊരു തെളിവും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്കോ ആഭ്യന്തര വകുപ്പിനോ അന്വേഷിക്കുന്നവർക്കോ ആർക്കും ഇന്ന് വരെ സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. തന്നെയുമല്ല കേരളത്തിലെ പൊതുസമൂഹത്തിന് മുഴുവനും അറിയാവുന്ന കാര്യമാണ് യത്തീംഖാനകൾ ഒരു കുട്ടിയെ പോലും വിൽപ്പന നടത്തുന്നില്ല. ഇവിടെ CPM-ന്റെ ഒരു പ്രസ്താവന അടുത്ത കാലത്ത് വന്നത് 2010 ഒരു ലെജിസ്ലേറ്റീവ് കമ്മിറ്റി പഠനവുമായി ബന്ധപ്പെട്ടാണ്. ആ പഠനം ഇതായിരുന്നു. കേരളത്തിലെ വിവിധ ഓർഫനേജുകൾ പഠിക്കാൻ പോകുന്ന സമയത്ത് പ്രകാശ് മാസ്റ്റർ അടക്കമുള്ളവർ മുന്നോട്ട് വെച്ച ഒരു പ്രധാനപ്പെട്ട പരാമർശം കേരളത്തിലെ ഓർഫനേജുകളിൽ പലതും സ്വകാര്യ ലാഭത്തിന് വേണ്ടി അല്ലെങ്കിൽ ബിസിനസ് ഇൻട്രസ്റ്റിന് വേണ്ടി പ്രവർത്തിക്കുന്നവയാണ് എന്നൊരു റിമാർക്സ് നടന്നു. അതിനുശേഷം ഈ വിവാദവുമായി ബന്ധപ്പെട്ട് CPM-ന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണത്തിന് കൃത്യമായൊരു വ്യക്തത വന്നിട്ടില്ല. ഇതൊരു മനുഷ്യ കടത്താണോ അല്ലയോ എന്നൊരു പ്രാഥമികമായ ചോദ്യം ചോദിച്ചാൽ അങ്ങ് എന്ത് മറുപടി നൽകും? ഈ മനുഷ്യക്കടത്ത് എന്ന് പറയുമ്പോൾ ലൈംഗിക വിപണിയിലേക്കും പ്രതികൂലമായ തൊഴിൽ സാഹചര്യങ്ങളിലേക്കും സ്ത്രീകളെയും കുട്ടികളെയും പുരുഷന്മാരെയെല്ലാം വളരെ സംഘടിതമായി കൊണ്ടുപോകുന്ന ഒരു കരാർ പണിയാണ്. ഇന്ത്യ പോലുള്ളൊരു രാജ്യത്ത് ജാർഖണ്ഡ് എന്ന് മാത്രമല്ല, ഒറീസയിലെ കാലഹന്തി, ഉത്തർഖണ്ഡിലെ കാശിപ്പൂർ, ഈ പ്രദേശങ്ങളിൽ നിന്നെല്ലാം ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളെ 10, 12, 13 വയസ്സുള്ള കുഞ്ഞുങ്ങളെ വളരെ കഠിനമായ തൊഴിൽ സാഹചര്യങ്ങളിലേക്ക്, ആന്ധ്രയിലെ ഉപ്പുപാറകൾ, മൈക്കേൽ ചോംസ്കോസ്കിയുടെ വളരെ ശ്രദ്ധേയമായ ഒരു ലേഖനം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വന്നു ആന്ധ്രയിലെ ഉപ്പുപാറകളെക്കുറിച്ച്. അതുപോലെ തന്നെ ഈ ജാർഖണ്ഡ് ഉൾപ്പെടെയുള്ള മേഖലകളിലെ ഖനന ശൃംഖല, ഈ മേഖലകളിലെല്ലാം തൊഴിലംഗത്തെ കരാർവൽക്കരണവുമായി ബന്ധപ്പെട്ട് എന്താണ് പീസ് വർക്കാണ്. ഓരോ മേഖലയിലും കരാറുകളായ മൾട്ടിനാഷണൽ കമ്പനികൾ എല്ലാ നിയമങ്ങൾക്കും വിരുദ്ധമായിട്ട്
പ്രായപൂർത്തിയാകാത്ത കുഞ്ഞുങ്ങളെ ബാലനിയമത്തിന് വിരുദ്ധമായിട്ട് കുട്ടികളെ കൊണ്ട് തൊഴിൽ ചെയ്യിപ്പിക്കുന്ന അവസ്ഥയിട്ട്. അപ്പം മനുഷ്യക്കടത്ത് എന്ന് വളരെ ലളിതമായി കാണാനും 370 വകുപ്പ് അനുസരിച്ച് കേസെടുക്കാനുമുള്ള ശ്രമങ്ങൾ കേരളത്തിൻ്റെ ഇന്ത്യയുടെയും സവിശേഷമായ ഒരു സാഹചര്യത്തിൽ അപകടകരമായ ചില പ്രവണതകളെയാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ അഡ്വക്കേറ്റ് ഷെരീഫ് ഇവിടെ പറഞ്ഞല്ലോ, അതായത് അതാത് സംസ്ഥാനങ്ങളിൽ ഏത് നിയമത്തെയും വ്യാഖ്യാനിക്കേണ്ടത് ഭരണഘടനയുടെ അടിസ്ഥാന മൗലിക അവകാശങ്ങളും ആ മൗലിക അവകാശങ്ങളെ വിശദീകരിക്കുന്ന അടിസ്ഥാന വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിലാണ്. സഞ്ചരിക്കാൻ, തൊഴിൽ ചെയ്യാൻ, വിദ്യാഭ്യാസം നേടാൻ, ജീവിക്കാൻ, വിവാഹം കഴിക്കാൻ, ജാതി, മതം, പ്രദേശം ഇതിനെല്ലാം അപ്പുറത്ത് വളരെ വിശാലമായ ജനാധിപത്യ അവകാശം മൗലിക അവകാശമായി അംഗീകരിച്ചിട്ടുള്ള ഒരു ഭരണഘടനയുള്ള രാജ്യമാണ് നമ്മുടെ രാജ്യം. ആ രാജ്യത്ത് നിന്നുകൊണ്ടാണ് കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി ഇത്തരമൊരു പ്രസ്താവന നടത്തിയത് എന്നത് അദ്ദേഹത്തിൻ്റെ അജ്ഞതയേക്കാളേറെ അദ്ദേഹത്തെയും കേരളത്തിൻ്റെ പൊതുസമൂഹത്തെയും സ്വാധീനിച്ചിരിക്കുന്ന ഒരു പൊതുബോധത്തെ കൂടിയാണ് പ്രകടിപ്പിക്കുന്നത്. ആ പൊതുബോധത്തെ ഞാൻ വളരെ ആശങ്കയോടുകൂടിയാണ് കാണുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, മോദി കേന്ദ്രത്തിൽ അധികാരത്തിലെത്തിയതിന് തൊട്ടു പിന്നാലെ ഈ അനാഥ വിഷയം ഉയർത്തിക്കൊണ്ടുവരുന്നതിന് പിന്നിലെ രാഷ്ട്രീയ ഉപബോധ മനസ്സ് അത് ഒരു ന്യൂനപക്ഷ വിരുദ്ധ വികാരത്തിൻ്റെ സൃഷ്ടിയാണോ എന്നുള്ളതാണ്. അല്ല, മുസ്ലിം വിരുദ്ധമായ ഒരു പൊതുബോധം കേരളത്തിൽ ശക്തമാണ്. ആ പൊതുബോധം ഉള്ളപ്പോൾ തന്നെ മുസ്ലിം സംഘടനകളും ഈ കാര്യത്തിൽ ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിലെ അനാഥാലയങ്ങൾ നടത്തുന്ന പല മതസംഘടനകൾ, പല ചാരിറ്റബിൾ സൊസൈറ്റികളൊക്കെ നടത്തുന്നുണ്ട്. ഈ സൊസൈറ്റികളെല്ലാം തന്നെ നിയമമനുസരിച്ചാണോ പ്രവർത്തിക്കുന്നത്, അനാഥാലയങ്ങൾ നടത്തുന്നത് എന്ന കാര്യം ആരാണ് പരിശോധിക്കേണ്ടത്? രാജ്യത്തെ ഭരണമാണ്, സ്റ്റേറ്റിൻ്റെ നേതൃത്വത്തിൽ ഉത്തരവാദിത്തമാണ് സാമൂഹ്യക്ഷേമ വകുപ്പ്. എന്തുകൊണ്ടാണ് നമ്മുടെയൊക്കെ പ്രിയങ്കരനായ ഡോക്ടർ മുനീർ, അദ്ദേഹം ഒരു ഡോക്ടർ കൂടിയാണ്, അദ്ദേഹത്തിന് ഈ കാര്യത്തെക്കുറിച്ച് അറിയാത്ത ആളല്ലല്ലോ, അദ്ദേഹം എന്തുകൊണ്ടാണ് ഈ കാര്യങ്ങൾ വേണ്ടത്ര ശ്രദ്ധ കേന്ദ്രീകരിക്കാതിരുന്നത്? വിഷയം ഉയർന്നു വന്നപ്പോൾ പെട്ടെന്ന് സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കാൻ ചെന്നിത്തല നടത്തിയതുപോലെ തന്നെയുള്ളൊരു ശ്രമം ലീഗ് നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്ന് ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ടാണ് അനാഥാലയങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ കേരളം പോലെ പ്രബുദ്ധമായ ഒരു സമൂഹത്തിൻ്റെ ഒരു പൊതുബോധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നടത്തുന്നതെങ്കിൽ വളരെ സെക്കുലറായ ഒരു കൺസെപ്റ്റിൽ നിന്നുകൊണ്ട് ആരംഭിക്കണമെന്ന്. അത് ഏതെങ്കിലും സമുദായത്തിൻ്റെ പ്രശ്നമായി ചർച്ച ചെയ്യാൻ പാടില്ല. റൈറ്റ്, ഞാൻ വരുന്നു. ടീച്ചർ, പേഴങ്കരയിലാണ് ഈ കുട്ടികളെ പാർപ്പിക്കാൻ വേണ്ടി സർക്കാർ തീരുമാനിച്ചത്. ആ കുട്ടികൾ അവിടെയുണ്ട്. ആ കുട്ടികൾ വന്നപ്പോൾ അവരുടെ മാനസികാവസ്ഥ എന്തായിരുന്നു? പേഴങ്കരയിൽ താമസിപ്പിച്ച കുട്ടികളുടെ മാനസികാവസ്ഥ വിവരിക്കാൻ അതീതമാണത്. കാരണം 2-3 ദിവസത്തെ മണിക്കൂർ കണക്കുള്ള യാത്രയും കഴിഞ്ഞ് വളരെ മോശപ്പെട്ട അവസ്ഥയിൽ അവർ തെറ്റുകാരാണെന്ന് വരുത്തി തീർത്ത് അവരെ പിടികൂടി വിവിധ ആശ്രമങ്ങളിലേക്കും ആസ്ഥാനങ്ങളിലേക്കും മാറ്റിപ്പാർപ്പിച്ച് കൂടപ്പിറപ്പുകളായ പലരുടെയും ID കാർഡുകൾ ഉള്ള കുട്ടികൾ എന്ന നിലക്ക് പലരെയും അവർ വന്ന സ്ഥാപനങ്ങളിലേക്ക് തിരിച്ചയച്ച് സ്വന്തം കൂടപ്പിറപ്പുകൾ കൂടെ ഉണ്ടാവുമെന്ന ധാരണയിൽ വന്ന ആ കുട്ടികളൊക്കെ കരഞ്ഞും വളരെ മുഷിഞ്ഞും വിശന്നും കടന്നു വന്ന ആ രംഗം അത് വിവരിക്കാൻ പ്രയാസമുണ്ട്. 10 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ്. 10 വയസ്സിൽ താഴെയുള്ള 124 ആൺകുട്ടികളായിരുന്നു ഞങ്ങളുടെ സ്ഥാപനത്തിൽ സർക്കാർ ആദ്യം മാറ്റിപ്പാർപ്പിച്ചത്. തുടർന്ന് 4 ദിവസം കഴിഞ്ഞപ്പോൾ മലമ്പുഴ ആശ്രമത്തിൽ താമസിപ്പിച്ചിരുന്ന കുട്ടികൾക്ക് അവർ ഗേൾസാണ്, അവർക്ക് മതിയായ സൗകര്യങ്ങളില്ലെന്ന് പറഞ്ഞ് അവരെ വീണ്ടും മെയ് 29 ഞങ്ങളുടെ തന്നെ സ്ഥാപനത്തിലേക്ക് കൊണ്ടുവരികയായിരുന്നു ചെയ്തത്. അങ്ങനെ 124 ബോയ്സും 135 ഗേൾസും ഉൾപ്പെടുന്ന ഒരു വലിയ സംഘം, അത് 10 വയസ്സിൽ താഴെ, ചില കുട്ടികൾ 12 വയസ്സുള്ളവർ എന്ന് പറയാനേ പറ്റുള്ളൂ, പരമാവധി ഇവരുടെ പ്രായം പറഞ്ഞാൽ അത്രയാണ്. ഇവരുടെ കൂടെ ചില രക്ഷിതാക്കൾ വന്നിട്ടുണ്ട്. രക്ഷിതാക്കൾക്ക് അറിഞ്ഞുകൂടാ, നേരത്തെ ഫൈസി സാർ പറഞ്ഞതുപോലെ തന്നെ ആ ഗവൺമെൻറ്റിൽ നിന്ന് അത്തരം ഒരു സംസ്കാരം കിട്ടിയിട്ടില്ലാത്തത് കൊണ്ട് യാത്രാരേഖകൾ കരുതാനുള്ള ഒരു ബോധമില്ലാത്ത രക്ഷിതാക്കളും അങ്ങനെയുള്ള കുട്ടികളും ഒക്കെ അതിലുണ്ട്. ചില കുട്ടികൾ അവരുടെ ID കാർഡുകൾ മറന്നു വെച്ചപ്പോൾ അത് കൊണ്ടുവന്ന് കൊടുക്കാൻ രക്ഷിതാക്കൾ വന്നിട്ടുണ്ട്. ഇപ്പോഴും ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഏതാനും രക്ഷിതാക്കളും ഏതാനും കുട്ടികളുമുണ്ട്. ഇന്നലെ 33 പേരെ CWC വരെയുള്ള ആളുകൾ ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ടുപോയിട്ടുണ്ട്.